നമസ്കാരം, കാസ്കര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡസ്റ്ററിൻ്റെ എവല്യൂഷൻ എന്ന വേരിയൻ്റ് ആണ്. ടെക്നോ എന്ന വെഹിക്കിളിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് നമുക്ക് കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എവല്യൂഷൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അതിൽ തന്നെ 2 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്, 2 ട്രാൻസ്മിഷൻസ് വരുന്നുണ്ട്. 1 ലിറ്ററിൽ തന്നെ നമുക്ക് അറിയാം മാനുവൽ ആയിട്ടുള്ള 6 സ്പീഡ് വരുന്നുള്ളൂ. ബട്ട് 1.3ലേക്ക് വരുമ്പോൾ നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് DC നമുക്കിതിൽ അവൈലബിൾ ആണ്. ആൻഡ് 1 ലിറ്റർ എഞ്ചിൻ്റെ നമുക്കൊരു മിഡ് വേരിയൻറ്റും കൂടിയാണ് ഈ കാണുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1.3 ലിറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണ് ഈ പറഞ്ഞ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 11,69,000 ആണ് 1 ലിറ്റർ 6 സ്പീഡ് മാനുവൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ 1.3ൻ്റെ തന്നെ 6 സ്പീഡ് മാനുവൽ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോൾ 12,99,000. അതുപോലെ തന്നെ ഇതിൻ്റെ DCTയുടെ പ്രൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 14,49,000 ആണ് ഈ 1.3 DCTയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓൺ റോഡ് പ്രൈസ് ഞാൻ ഇതിൻ്റെ താഴെ തന്നെ സ്ക്രോൾ ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ വന്ന ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ അവൈലബിലിറ്റി കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കിടന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന എവല്യൂഷൻ ഡസ്റ്ററിൽ നമുക്ക് 3 കളേഴ്സാണ് അവൈലബിൾ ആകുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ വൈറ്റ്, സിൽവർ. പിന്നെ ഡീറ്റെയിൽ റിവ്യൂസ് നമുക്ക് കിടക്കാം. ഇത് കാണുന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് നോക്കി നമ്മൾ ടെക്നോയിൽ കാണുന്ന സെയിം തന്നെ വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ലോ ബീം വരുമ്പോൾ LED ആവുന്നത്, ഹൈ ബീം വരുമ്പോൾ നമുക്ക് ഹാലോജൻ വരുന്നത്. DR വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെയിം നമ്മൾ ടെക്നോയിൽ കണ്ട പോലെ ആ ഒരു ക്രോം എലമെൻറ്റ്സ് എല്ലാം ഹെഡ്ലാമ്പിലും ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡസ്റ്ററിൻ്റെ ലോഗോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റാലിക് ഫിനിഷ് തന്നെ, സ്റ്റീൽ ഫിനിഷിലാണ് വരുന്നത്. ഗ്ലോസ് ബ്ലാക്കിൽ തന്നെയാണ് ഗ്രില്ലും കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ നമ്മുടെ ടെക്നോയിലും മറ്റു വേരിയൻസിൽ കണ്ട സെയിം ആ ഒരു ഡിസൈൻ കാര്യത്തിൻ്റെ ഫ്രണ്ടിലും നൽകിയിട്ടുണ്ട്. ആൻഡ് ലോവർ ബമ്പറിലൊക്കെ നോക്കിയെങ്കിൽ ഫുൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു എവല്യൂഷനിൽ അവൈലബിൾ ആയിരിക്കില്ല. ടെക്നോട്ടായിരിക്കും നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷ് നമുക്ക് ഈ ഒരു ബുൾബാർ ഡിസൈനിൽ വരുന്ന എലമെൻറ്റിലാണെങ്കിലും അതുപോലെ തന്നെ സ്കിപ്പ് പ്ലേസിലാണെങ്കിലും നമുക്ക് ലഭിക്കുകയുള്ളൂ. ആൻഡ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എയർ സ്കൂപ്സ് കാര്യങ്ങളെല്ലാം ബമ്പറിൽ വരുന്നുണ്ട്. അതിനെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഈ ഭാഗത്തും പിയാനോ ബ്ലാക്കാണ്. നമുക്ക് ഇതൊരു ഫുൾ ബ്ലാക്ക് മോഡലായതുകൊണ്ട് നമുക്കത് കമ്പൈൻഡ് ആയിട്ട് തോന്നുന്നതാണ്. ബട്ട് ഈ ഭാഗത്തെല്ലാം ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഫംഗ്ഷനായുള്ള സ്കൂപ്പാണ് വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്താണെങ്കിലും നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് നമുക്ക് എവല്യൂഷനിൽ വരുന്നില്ല, ടെക്നോട്ടാണ് വരുന്നത്. അഡീഷണൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് എഞ്ചിൻ ചെക്ക് ചെയ്യാം. എഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ ടെക്നോയിൽ കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രട്ട്, ഹൈഡ്രോളിക് സ്ട്രട്ട് വരുന്നുണ്ട്. ആൻഡ് നല്ല രീതിയിൽ തന്നെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ കവർ കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 1.3 ലിറ്റർ 6 സ്പീഡ് മാനുവൽ മോഡലാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് 6 സ്പീഡ് DCTയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1 ലിറ്റർ 6 സ്പീഡ് മാനുവലും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്യാം. ഡിസൈൻ വൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് സെയിം തന്നെ വരുന്നത്, അതിലൊന്നും മാറ്റമില്ല. അതായത് ബോഡി ലൈൻസിലാണെന്നുണ്ടെങ്കിലും മറ്റ് ഡിസൈൻസിലാണെങ്കിലും എല്ലാം സെയിം ആണ്. എവല്യൂഷനിലാണ്, ടെക്നോയിലാണെങ്കിലും മറ്റ് വേരിയൻസ് എടുത്താലും സെയിം തന്നെ വരുന്നത്. അത് വീൽ ആർച്ച് ക്ലാഡിങ്ങിൻ്റെ ആണെങ്കിൽ ഡിസൈൻ ആണെങ്കിൽ പോലും അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാം സെയിം ആണ് വരുന്നത്. വീൽ ആർച്ച് ക്ലാഡിങ്ങിൻ്റെ എല്ലാം ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നൽകിയിരിക്കുന്നത്. അതിനും ആ ഒരു ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടെക്നോയിലൊക്കെ വരുന്ന സെയിം ആ ഒരു അലോയ് വീലാണ് നൽകുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 225/60/17 നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ആണെങ്കിൽ ഡ്രമ്മാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിലും ആ ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ ഒരു ആവറേജ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഡോർ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോഡി കളറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മിറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെയിൻറ്റ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ LED ബ്ലിങ്കേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷും വരുന്നുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഫോൾഡബിൾ ആണ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നൽകുന്നത്. അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓട്ടോ ഫംഗ്ഷൻ, ഒപ്പം തന്നെ നമുക്ക് എസ്കോട്ട് ഫംഗ്ഷൻ ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് വൈപ്പേഴ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്, നല്ല വൈഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയസാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഇവിടെയായിട്ട് നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പിൻ്റെ എല്ലാ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ വരുമ്പോൾ നമുക്ക് ഫംഗ്ഷനായിട്ടുള്ള 50 കിലോ സപ്പോർട്ട് വരുന്ന റൂഫ് റെയിലാണ് നൽകിയിരിക്കുന്നത്. സൺ റൂഫ് നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല, നെക്സ്റ്റ് വേരിയൻറ്റായിട്ട് കിട്ടുന്നുള്ളൂ. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനും വരുന്നുണ്ട്. അതിന് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് B പില്ലറിലേക്ക് വരുമ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ C പില്ലറിൽ വരുമ്പോൾ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബാസ് എല്ലാം ഈ ഒരു പോർഷനിലാണ് നൽകിയിരിക്കുന്നത്. ഫ്യൂൽ ടാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. അതും എവല്യൂഷനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡൽ കീ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ ടൈപ്പ് കീ ആണ് വരുന്നത്. നമുക്ക് ടെക്നോയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കാർ ടൈപ്പ് കീ ആയിരുന്നു വന്നിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒരു കീ നമുക്ക് ഫോൾഡബിൾ ടൈപ്പാണ് വരുന്നത്. അതിൽ തന്നെ റിമോട്ട് വരുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ നമുക്ക് ഫോൾഡബിൾ അല്ലാത്ത നോർമൽ കീ ആണ് വരുന്നത്. അതിലും റിമോട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഫാബ്രിക് ടൈപ്പാണ് വരുന്നത്. 6 അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ്സ് വരുന്നത്. അത് മാനുവലി എന്ന് മാത്രം. അതിൻ്റെ ബ്ലാക്കിൽ തന്നെ നമുക്കൊരു വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡോർ പാഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആ ഒരു ബ്ലാക്ക് ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ് വരുന്നുണ്ട്. ടെക്നോയിലേക്ക് വരുമ്പോൾ അവരൊരു ഈ ഭാഗത്തെല്ലാം ഫാബ്രിക് ആണെന്നുണ്ടെങ്കിലും അതൊരു ബ്രൗൺ ഫിനിഷ് ആയിരുന്നു. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പവർ വിൻഡോസ് എല്ലാം 4 ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ വിൻഡോ ലോക്ക് വരുന്നുണ്ട്. നമുക്ക് മിറർ, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഇത് തന്നെ നൽകിയിട്ടുണ്ട്.
ലിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽസിനാണെങ്കിലും ഒരു അലുമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതുപോലെ വലിയൊരു മാഗസിൻ ഹോൾഡറും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും നൽകിയിട്ടുണ്ട്. ബാക്ക് സീറ്റ് പോർഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ബാക്കിലെ സീറ്റ്സിനാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 60/40 സ്പ്ലിറ്റ് വരുന്നുണ്ട്. ISOFIX ആംഗ്രി ഫെസിലിറ്റി വരുന്നുണ്ട്. 3 ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ നമുക്ക് സീറ്റിലായിട്ട് നമുക്ക് ആംബ്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ഈ ഒരു കവറുകളുണ്ട് ഊരി കാണിക്കാൻ പറ്റില്ല. ആൻഡ് സെയിം തന്നെ നമുക്ക് ഡോർ പാഡ്സിൽ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി വരുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും, ഇതിൽ വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. സ്പീക്കറെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ടൈപ്പ് C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ആൻഡ് സെൻറ്റർ ടണൽ നോക്കുകയാണെങ്കിൽ കുറച്ച് റേസ്ഡാണ്, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ബാക്കിൽ സീറ്റിൻ്റെ ഒരു ലെഗ് സ്പേസിൻ്റെ ഒക്കെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-9, 5-8 വരെയും ആളുകൾക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇനി ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ നമുക്ക് മറ്റ് വേരിയൻസിൽ കാണുന്ന ആ ഒരു ടൈപ്പ് വലിയ ക്വാർട്ടർ ഗ്ലാസാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐമോൺ സ്റ്റോപ്പിംഗ് ലാമ്പ് അതും LED ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് സ്പോയിലറും വരുന്നുണ്ട്. അതിൻ്റെ ഒരു എലമെൻറ്റ് താഴത്തേക്ക് ഗ്ലാസ്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതും ഒരു പിയർ ബാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ടൈൽ ലാംപ്സ് നോക്കുന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ടൈപ്പ് ആയിട്ടുള്ള LED ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് റിയർ ഫോഗ് ലാമ്പാണ് വരുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പും വരുന്നുണ്ട്. ക്യാമറ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ എല്ലാം ലൈറ്റിംഗാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇലക്ട്രിക് ടൈൽ ഗേറ്റ് അല്ല, നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തേക്കും നമ്മൾ തന്നെ പുൾ ചെയ്യണം. ഇത് കുറച്ച് എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. ഈ ഒരു ഭാഗത്ത് സ്വിച്ച് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഇവിടെ പ്ലാസ്റ്റിക് പാർട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇളക്കം തട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇത് അടയ്ക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു പോർഷൻ വരുന്നുണ്ട്. പാസ് ഷെൽഫ് വരുന്നുണ്ട്. ബാക്കിൽ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 60/40 ആണ് വരുന്നത്. നമുക്ക് സ്പെയർ വീൽ വരുന്നില്ല, പകരം പങ്ക്ചർ റിപ്പയർ കിറ്റാണ് വരുന്നത്. ജാക്ക് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ആയിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഹുക്സ് കാര്യങ്ങളെല്ലാം ഈ 2 ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ആൻഡ് ഡസ്റ്ററിൻ്റെ ആ ഒരു സ്റ്റീൽ ഫിനിഷിലുള്ള ലോഗോ നമുക്ക് ഇതിൽ കാണാം. ടർബോ 160 എന്നുള്ള ബ്ലാക്കിലെ ബാഡ്ജിങ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ബാക്കിലെ ബമ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ടെക്നോളജി കാണുന്ന പോലെ ആ ഒരു ഡുവൽ ടോൺ ഫിനിഷ് അല്ല. അതായത് അതിലേക്ക് വരുമ്പോൾ ഒരു അലൂമിനിയം ഫിനിഷ് കൂടി കൊടുക്കാറുണ്ട്. ഒരു ക്ലാഡിങ്ങിന് സ്കിറ്റ് പ്ലേറ്റ്സ് ആണെങ്കിലും അലൂമിനിയം ഫിനിഷ് വരാറുണ്ട്. പക്ഷേ ഇതിൽ വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. 2 റിഫ്ലക്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ 2 സെൻസേഴ്സും ഈ ഒരു വാഹനത്തിൻ്റെ റിവേഴ്സിന് നൽകിയിട്ടുണ്ട്. 4 സെൻസേഴ്സും ഇതിന് നൽകിയിട്ടുണ്ട്. ഇനി ഈ കോറിഡോറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡോർ പാഡ്സ് എല്ലാം സെയിം തന്നെ വരുന്ന ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു മാഗസിൻ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. അതിൻ്റെ സീറ്റ്സ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ്സാണ് ഫ്രണ്ട് 2 നൽകുന്നത്. ഡ്രൈവർ സൈഡ് നമുക്ക് 6 അഡ്ജസ്റ്റബിൾ ആണ്. കോറിഡോർ വരുമ്പോൾ 4 അഡ്ജസ്റ്റബിൾ വരുന്നുള്ളൂ. അതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് മറ്റു വേരിയൻസിൽ കാണുന്ന ആ ഒരു ടൈപ്പ് സെയിം തന്നെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള വിട്ടുള്ള നല്ല കംഫർട്ട് വരുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വൈറ്റ് സ്റ്റിച്ചിങ് നൽകിയിട്ടുണ്ട്. സെയിം തന്നെ നമുക്ക് ഡാഷ്ബോർഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡ്രൈവറിൻ്റെ സൈഡിലെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വാർണിംഗ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതായിരിക്കും. ഗ്ലോ ബോക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം മറ്റു വേരിയൻസ് കണ്ട പോലെ തന്നെ അത്യാവശ്യം വലിപ്പം കൂടിയ ഗ്ലോ ബോക്സ് സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനെല്ലാം ആ ഒരു ത്രെഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ഫാബ്രിക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫാബ്രിക്കിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അഴുക്കാവുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പോൾ ഷോറൂമിൽ നിങ്ങൾക്ക് അത് അപ്പോൾസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവുന്നതായിരിക്കും. അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം നമുക്ക് മറ്റു വേരിയൻസ് കാണുന്ന ആ ഒരു സെയിം ഡാഷ്ബോർഡ് ഡിസൈനാണ്. ബട്ട് നമുക്ക് ഈ പറഞ്ഞ ഫാബ്രിക്കിൽ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ എനിക്ക് മറ്റേ ഗ്രേ ഫിനിഷാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ല പ്ലാസ്റ്റിക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അലൂമിനിയം ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതും ആ ഒരു ചുറ്റും ആ രീതിയിൽ ടെക്നോളജി കണ്ട ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ടച്ചാണ് വെച്ചിട്ട് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ആണെങ്കിലും ആ ഒരു സ്റ്റീൽ ഫിനിഷ് നൽകിയിട്ടുണ്ട്. എയർ വെൻസിൻ്റെ AC വെൻസിൻ്റെ ടിപ്പിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്താണെങ്കിലും സെയിം തന്നെ നൽകിയിരിക്കുന്നത് ടിപ്പിലെല്ലാം. ആൻഡ് ഇതിന് ചുറ്റുമായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഹസാർഡും അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ എല്ലാം സ്വിച്ചസ് നമുക്ക് ഇവിടെ ടോഗിൾ സ്വിച്ചസ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് മാനുവൽ AC ആണ് നമുക്ക് ഈ ഒരു എവല്യൂഷൻ എന്ന വേരിയൻറ്റിൽ വരുന്നത്. അതിൻ്റെ എല്ലാ കൺട്രോൾസാണ് കാണുന്നത്. ബ്ലോവറിൻ്റെ കൺട്രോൾ, മോഡ്, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ എയർ സർക്കുലേഷൻ ചെക്ക് ചെയ്യാനുള്ള മാറ്റാനുള്ള സ്വിച്ചസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം സ്വിച്ചസ് ആണ്. ഇവിടെ ആയിട്ട് 12 വോൾട്ടിൻ്റെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ടൈപ്പ് C ചാർജിങ് പോർട്ട് 2 വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ടോട്ടൽ 4 നമുക്ക് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്.
നമ്മൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ ഒരു 6 സ്പീഡ് മാനുവലാണ്. അതിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. അതിന് ചുറ്റായിട്ട് ഗൺമെറ്റ് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ലെതർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമുക്കൊരു ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആംബ്രസ്റ്റ് വരുന്നുണ്ട്, അതും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. അതിലും ആ ഒരു ഫാബ്രിക് തന്നെ ഇൻസേർട്ട് നൽകിയിരിക്കുന്നത്. ചെറിയൊരു പോക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ടിപ്പിലായിട്ടാണെങ്കിൽ അലൂമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കാമെന്ന് തോന്നി. കാരണം അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയെന്നാണ്, പക്ഷേ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരുന്നു. ഇതിൻ്റെ പിന്നെ വരുമ്പോൾ നമുക്ക് IRV നോക്കുകയെന്നുണ്ടെങ്കിൽ മാനുവൽ ഡിമ്മിങ് ആയിട്ട് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് പിടിക്കുന്നതിന് ചെറിയൊരു ഇളക്കം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നി. ഇവിടെയൊക്കെയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിൻ ലാംപ്സ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ സൺവൈസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതിൽ മിറേഴ്സ് ഇതിൽ അവൈലബിൾ അല്ല. ആ ഒരു സൈഡിലാണെങ്കിൽ മിറേഴ്സ് അവൈലബിൾ അല്ല. നമുക്ക് ടെക്നോലെല്ലാം അതിൽ മിററും വരുന്നുണ്ട്, ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടും ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഡ്രൈവർ സൈഡിൽ നമുക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കാര്യം നോക്കുന്നതിന് ആ ഒരു ഹെക്സഗണൽ ഷേപ്പല്ല സ്റ്റിയറിംഗ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ സ്റ്റീൽ ഫിനിഷുള്ള റെനോൾഡ് ലോഗോ കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലസ്റ്ററിന് സ്വിച്ചസും വരുന്നുണ്ട്, ഇൻഫോടൈമിൻ്റെ സ്വിച്ചസും നൽകിയിട്ടുണ്ടോ. അപ്പോൾ തന്നെ അതിൽ നമുക്ക് ഈ ഒരു വേരിയന്റിലാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക്കുള്ള സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഫുൾ TFT ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ ഫംഗ്ഷൻസും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഡോർ ഓപ്പൺ ചെയ്യാനാണെങ്കിലും ക്രൂയിസ് കൺട്രോളിൻ്റെ റേഞ്ച് കാര്യങ്ങൾ, ഫ്യൂൽ എഫിഷ്യൻസി ആണ് ഉദ്ദേശിച്ചത്. അതുപോലുള്ള ട്രിപ്പ് മീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ 10.1 ഇഞ്ചിൻ്റെ ഇൻഫോടെക് സിസ്റ്റമാണ് വരുന്നത്. നമുക്കിതൊരു PDA കഴിയാത്തൊരു വാഹനമാണ്, അവരുടെ ഡിസ്പ്ലേയിലേക്ക് വെച്ചിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഓപ്പണാക്കി കാണിക്കാൻ സാധിക്കും, ഇത് ഓണാക്കി കാണിക്കാൻ സാധിക്കില്ല. ബട്ട് 10.1 ഇഞ്ചിൻ്റെ നമുക്ക് ടെക്നോലൊക്കെ വരുന്ന സെയിം തന്നെ ആ ഒരു ഇൻഫോടെക് സിസ്റ്റം വരുന്നത്. 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതായത് 2 ട്വീറ്റേഴ്സും അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സും ഡോഴ്സിലായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം എഫക്റ്റ് കിട്ടുന്ന സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നത് അതിൽ തന്നെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമറ ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഹെഡ് ലൈറ്റിന് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ലെഫ്റ്റിൽ നോക്കി നമുക്ക് വൈപ്പറിൻ്റെ വരുന്നുണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ വൈപ്പറിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നതാണ്. ആൻഡ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഐഡിൽ സ്റ്റോപ്പ് സൈഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് ലെവലിംഗ് സ്വിച്ച് വരുന്നുണ്ട്, എക്കോ മോഡും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഴയ ഡസ്റ്ററിൽ കണ്ട പോലെ മറ്റു വേരിയൻസിലും കണ്ട ആ ഒരു ഇൻഫോടൈമിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്, കൺട്രോൾ സ്വിച്ചസ്. പിന്നെ നമുക്ക് ഡെഡ് പെഡൽ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള റിവേഴ്സും ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ടെക്നോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, പാനോറമിക് സൺറൂഫാണ് വരുന്നത്. ഫ്രണ്ട് ബാക്കിൽ ബമ്പറിലാണെങ്കിലും ആ ഒരു ഡുവൽ ടോൺ ഫിനിഷ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ ഫുൾ LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ബാക്കിൽ ടെയിൽ ഗേറ്റ് ആണെങ്കിൽ പവർ ടൈപ്പാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലാണെങ്കിലും ചെറിയ കളർ ടോണിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് അത് ടെക്നോ എടുക്കണോ അല്ലെങ്കിൽ കുറച്ചൊരു ബഡ്ജറ്റ് കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു എവല്യൂഷൻ എന്ന വേരിയൻറ്റ് മതിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതാണ് എടുക്കാമെന്നുള്ളത്, എവല്യൂഷൻ എടുക്കുമോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ടെക്നോ ആണ് എടുക്കാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിവ്യൂയുടെ അഭിപ്രായം അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.